വിശ്വാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന യേശുവിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. പിശാച് ബാധിച്ച ഒരു ബാലന്റെ പിതാവ് യേശുവിനെ കാണുകയും അവനോട് ഇപ്രകാരം സംസാരിക്കുകയും ചെയ്യുന്നു: നിന്റെ ശിഷ്യന്മാർക്ക് എൻ്റെ മകൻ്റെ മേൽ കയറിയിരിക്കുന്ന ആത്മാവിനെ ബഹിഷ്കരിക്കുവാനായിട്ട് സാധിച്ചില്ല. കഴിയുമെങ്കിൽ കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു തിരിച്ച് പ്രതിവചിക്കുന്നു: കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും. അത് കേട്ട ഉടനെ പിതാവ് വിളിച്ചു പറഞ്ഞു: ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഇത് കേട്ട ഉടനെ യേശു കുട്ടിയിൽ കയറിയിരിക്കുന്ന ആത്മാവിനെ ശാസിച്ച് ആത്മാവിനെ പുറത്തു കളയുകയും മകനെ സുരക്ഷിതനാക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു വീട്ടിലെത്തിയ സമയത്ത് ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഇപ്രകാരം ചോദിക്കുന്നു: എന്തുകൊണ്ടാണ് ആ പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, ആത്മാവിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു നമ്മളോടും ഇപ്രകാരം സംസാരിക്കുന്നു: പൂർണ്ണമായ വിശ്വാസം, പൂർണ്ണമായ പ്രാർത്ഥന, ഈ 2 കാര്യങ്ങൾ കൊണ്ടല്ലാതെ പിശാച് നമ്മെ വിട്ട് പോകില്ല. അപ്രകാരം നമ്മൾ വിശ്വസിക്കുകയും കൂടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പിശാച് നമ്മെ വിട്ടു പോകുകയും നമ്മിലേക്ക് അനുഗ്രഹവർഷങ്ങൾ കർത്താവ് ചൊരിയുകയും ചെയ്യും.